എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷാപ്പിൽ കിട്ടുന്ന അതേ രുചിയിൽ തനി നാടൻ ചിക്കൻ കറിയാണ്. പ്രത്യേക മസാലയിൽ ആർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അപ്പം, പുട്ട്, ചപ്പാത്തി, പൊറോട്ട, ഇനി ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇന്നത്തെ ഈ ഒരു ചിക്കൻ കറിയിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടാണ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഒരിക്കലുണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ അത്രയും ടേസ്റ്റുള്ള തനിനാടൻ കോഴിക്കറി എങ്ങനെയാണ് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് നാടൻ കോഴിക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കിലോ അളവിലുള്ള കോഴി കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. കോഴി കഷ്ണങ്ങൾ കഴുകിയെടുക്കുമ്പോൾ അതിന്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതിനായിട്ട് കഷ്ണങ്ങളിലെ ചോര വെള്ളമെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം ഉപ്പ് കലക്കിയ വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് ചിക്കൻ പീസുകൾ ഒരു 10 മിനിറ്റ് നേരം കഴുകിയെടുത്താലും മതിയാകും. ചിക്കൻ കഷ്ണങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഉരുളി ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് കടുക് ചേർത്തൊന്ന് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 4 സവാള നൈസായി കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റുന്ന സവാള നല്ല ഗോൾഡൻ കളറിലേക്കൊന്ന് ആയി കിട്ടണം. അതുവരെയും നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റുന്ന സവാളയിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്താണ് ചേർക്കേണ്ടത്. ഇഞ്ചിയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും സവാളയും ഒന്നുകൂടെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ബോൾ വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കേണ്ടത്. ഇങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടതും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സവാളയൊക്കെ വാടി ഇതുപോലൊരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർക്കാം. ഇനി ചിക്കൻ പീസുകളും കൂടെ ചേർത്ത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ചിക്കൻ പീസുകളെ സവാളയിൽ ചേർന്ന് നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് കിട്ടണം. അതുവരെ നമുക്കൊരു 3-4 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലുള്ള ഒരു കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു അരമുറി നാളികേരം ഒന്ന് തിരുമ്മിയെടുക്കാം. കൂടെ തന്നെ കറിക്ക് ആവശ്യമായ മസാല കൂടെ എടുത്തു വെക്കാം. 1 സ്പൂൺ അളവില് പെരിഞ്ചീരകം, 2.5 സ്പൂൺ അളവില് മല്ലി, 7 കാശ്മീരി മുളക്, ഒരു 15 എരിവെള്ള മുളക്, ഒരു ചെറിയ ജാതിപ്പൂവ്, 6 ഗ്രാമ്പു, ഒരു തക്കോലം അതിന്റെ കുരു കളഞ്ഞത്, 6 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ബേ ലീഫ്, 1 സ്പൂൺ അളവില് കുരുമുളക്. ഇത്രയും മസാലകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ എടുത്തിട്ടുള്ള മസാലകള് ഒന്ന് വറുത്തെടുക്കാം. മസാലകള് ചെറിയ തീയിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. മസാലകൾ വറുത്തെടുക്കുമ്പോൾ മുളകൊന്ന് കീറിയതിന് ശേഷം ചേർക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടായി വരും. ഇനി ഇതെല്ലാം നല്ല ചുവക്കെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. മസാലകളൊക്കെ മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മാറ്റി വെക്കാം. മസാലകൾ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിരുമ്മിയെടുത്തിട്ടുള്ള നാളികേരം ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നാളികേരം നല്ല മൂപ്പായി കിട്ടണം. അതുവരെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നാളികേരം ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. നാളികേരം നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള മസാലകളും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മസാലയും തേങ്ങയും കൂടെ ചേർത്ത് 1 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് ഒരു 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങൾ ചിക്കനിലേക്ക് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. 3 മിനിറ്റ് നേരം ചിക്കൻ പീസുകൾ നന്നായിട്ട് തന്നെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 കപ്പ് അളവില് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നല്ലതായിട്ട് ഇളക്കി കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ സമയത്ത് ഒരു
3-4 പച്ചമുളക് ഒന്ന് ഒടിച്ച് ചേർക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങും വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരപ്പ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് അരച്ചുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് കഷ്ണങ്ങളിൽ അത്യാവശ്യം ചാറൊക്കെ ഉണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് തന്നെ നമ്മുടെ കഷ്ണങ്ങള് മസാലയിൽ ചേർത്ത് വേവിച്ചെടുക്കുക. അതിനായിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കുക. 3 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മൂടി തുറന്ന് ഒന്നുകൂടെ കറി അടിചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും കറിയിൽ നല്ല പോലെ തന്നെ ചാറൊക്കെ ഉണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. 3 മിനിറ്റ് നേരം കറി നന്നായിട്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഇളക്കി കറിയുടെ പാകം നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോഴിക്കറി അത്യാവശ്യം ചാറൊക്കെ കുറുകി പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ വെന്തും വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യവുമില്ല. വളരെ രുചികരമായിട്ട് തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തനി നാടൻ മസാലയിൽ ഒരു വെറൈറ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ചൂട് ചോറിനും അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും എന്ന് വേണ്ട എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു നാടൻ കറി എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.